കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്നതാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ. നിങ്ങളുടെ കുട്ടിക്ക് മലബന്ധം ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാകും? നിങ്ങളുടെ കുഞ്ഞ് ഒരു ആഴ്ചയിൽ 3 തവണയിൽ കുറവ് മലശോധന നടത്തുക, മലശോധന സമയത്ത് വേദന വരിക, വളരെ സാധാരണമായി വയറുവേദന വരിക, പിന്നെ അറിയാണ്ട് മലശോധന നടത്തുക, ഇതെല്ലാം മലബന്ധത്തിൻ്റെ ലക്ഷണമാണ്. ഇതല്ലാതെ മലശോധന നടത്താതെ അതിനെ പിടിച്ചു വെക്കുക അഥവാ സ്റ്റൂൾ വിത്ത് ഹോൾഡിങ്, ഇതും മലബന്ധത്തിൻ്റെ ഒരു വളരെ പ്രധാനമായ ഒരു രോഗലക്ഷണമാണ്. ഇനി എന്തുകൊണ്ടാണ് മലബന്ധം വരുന്നത് എന്ന് എല്ലാ മാതാപിതാക്കളും ചോദിക്കും ഒ പിയിൽ വെച്ച്. അപ്പോൾ നമ്മൾ പരിശോധനയിൽ കാണുന്നത് 95% കുട്ടികളിലും ഈ മലശോധന അല്ലെങ്കിൽ മലശോധന ഇല്ലാത്ത അവസ്ഥ അത് ഫങ്ഷണലാണ്. ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായ ഒരു തടസ്സമോ ചുരുക്കമോ ഒരു മാംസപേശികളുടെ ഒരു ബലക്കുറവോ ഒരു ഘടനാപരമായ ഒരു വൈകല്യമോ ഒന്നും അതിൻ്റെ പുറകിൽ കാണില്ല. നിങ്ങളുടെ കുട്ടിക്ക് മലബന്ധമുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുന്നത് അനിവാര്യം തന്നെയാണ്. പക്ഷെ വീട്ടിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? ഒന്ന്, ആ കുഞ്ഞ് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. ആവറേജ് ഒരു കുട്ടി 1.5 മുതൽ 2 ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം കുടിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, നാര് അടങ്ങിയ ആഹാരങ്ങൾ അവളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതിനായി ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഈ ജങ്ക് ഫുഡ്സ് കഴിക്കുക, പ്രോസസ്ഡ് ഫുഡ്സ് കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് കൾച്ചർ, ഇതൊക്കെ നമ്മൾ പറ്റുന്നത്രയും ഒഴിവാക്കുക. ഇതല്ലാതെ എന്നും കുഞ്ഞിനെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുക. റെഗുലറായിട്ട് എന്നും ഏതെങ്കിലും ഒരു മേജർ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ കഴിഞ്ഞ് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുക. ഇനി ഒരു കാര്യം, പല മാതാപിതാക്കളും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉള്ള എൻ്റെ കുഞ്ഞിന് ഞാൻ ധാരാളം ഫ്രൂട്ട് ജ്യൂസസ് കൊടുക്കുന്നുണ്ട് എന്ന്. ഇതിൽ വസ്തുതയുണ്ടോ? ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഫ്രൂട്ട് ജ്യൂസസിനേക്കാളും നല്ലത് ഫ്രൂട്ട്സ് ആണ്. കാര്യം, നമുക്ക് നാരടങ്ങിയ ഭക്ഷണങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഫ്രൂട്ട്സിനെ നമ്മൾ മിക്സിയിൽ അടിച്ച് അതിൻ്റെ നാര് അരിച്ചു മാറ്റി ആ ഫ്രൂട്ട് ജ്യൂസ് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ്. അതിൻ്റെ തൊലി കളഞ്ഞ് അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് കോൺസ്റ്റിപ്പേഷന് നല്ലത്, ബെനിഫിഷ്യൽ.